ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിൽ നമ്മുടെ 14ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 14ാമത്തെ പാഠം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? പ്രീ മോഡേൺ കേരള എന്ന് പറഞ്ഞൊരു ചാപ്റ്ററില്ലേ, അതായത് ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഈ ഒരു പാഠത്തിലൊരു ഇമ്പോർട്ടൻറ്റ് 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഹെഡിങ് ഇങ്ങനെയാണ് വരിക: ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഉപജീവന രീതികൾ. അതായത് സംഘകാലഘട്ടത്തിലെ മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ഉപജീവന രീതികൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കോൺസെപ്റ്റ് തിണകളെ പറ്റിയിട്ടാണ്. എന്താണ് തിണകളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം എഴുതുക. ഇവിടെ ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതുക? സംഘകാലഘട്ടത്തിലെ നമ്മുടെ ലാൻഡ് ഉണ്ടല്ലോ, ലാൻഡ് എന്ന് പറയുമ്പോൾ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമിയെ നമ്മൾ എന്താണ് 5 എക്കോ സോണുകളായിട്ട് അല്ലെങ്കിൽ 5 പ്രദേശങ്ങളായിട്ട് 5 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ തിണകൾ എന്ന് പറയുന്നത്. ഓക്കെ, തിണ അല്ലെങ്കിൽ തിണൈകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ആ ഭാവി മനസ്സിലാക്കുക. ലാൻഡിനെ സംഘകാലഘട്ടത്തിൽ, സംഘം പീരീഡിൽ ലാൻഡിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 എക്കോ സോണുകളായിട്ട്, 5 പ്രകൃതികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചു, പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് നമ്മൾ തിണകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിണകളെ പറ്റിയിട്ട്, അപ്പോൾ 5 തിണകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ തിണകളെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംഘകാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പല കവിതകളിലും മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സംഘം പോയംസിലൊക്കെ ഈ തിണകളെ പറ്റിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് 5 തിണകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ തിണ എന്ന് പറയുന്നത് കുറിഞ്ചിയാണ്. ഞാൻ മലയാളത്തിൽ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കുറിച്ചി എന്നാണ് കിടക്കുന്നത്, പക്ഷേ കുറിഞ്ചിയാണ് കേട്ടോ. ഇഞ്ചയാണ് അവിടെ വരുന്നത്. അതായത് നമ്മുടെ സഞ്ചി എന്ന് പറയുന്നതിൻ്റെ ഇഞ്ച ഉണ്ടല്ലോ, അതാണ് വരിക, കുറിഞ്ചി. ഓക്കെ, അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത, അതൊരു ഹില്ലി ഫോറസ്റ്റ് റീജിയൻ ആയിരുന്നു. അതായത് വനനിബിഡമായിട്ടുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കുറിഞ്ഞി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുറിഞ്ചി എന്നോ പറയാം. ഓക്കെ, കുറിഞ്ചി എന്ന് പറയുമ്പോൾ അവിടെ ഹില്ലി ഫോറസ്റ്റ് റീജിയൻ, വനനിബിഡമായിട്ടുള്ള, വനവും കാടാണ് അവിടെ മൊത്തത്തിലുള്ള, കുന്നുകളും കാടുകളും മലകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ എന്ത് ജോലിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഹണ്ടിങ്ങും ഫുഡ് ഗ്യാദറിങ്ങും ആയിരുന്നു. അതായത് വേട്ടയാടലും, അത് മാത്രമല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഫുഡ് ഗ്യാദറിങ്ങും ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ്? ഹില്ലി ഫോറസ്റ്റ് റീജിയനാണ്. ഓക്കെ, ഒരു വനനിബിഡമായിട്ടുള്ള കുന്നിൻ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? വേട്ടയാടാൻ പോകുമായിരുന്നു. അത് മാത്രമല്ല ഭക്ഷണ സാമഗ്രികൾ ശേഖരിക്കുക അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിച്ച് പോയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ തിണയാണ് മുല്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, മുല്ലൈ. ഓക്കെ, അപ്പോൾ മുല്ലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ പാസ്റ്ററൽ സോണുകളായിരുന്നു, അതായത് മേച്ചിൽ പുറങ്ങളായിരുന്നു മുല്ലൈ എന്ന് പറയുന്നത്. പാസ്റ്ററൽ സോൺസ് ആയിരുന്നു, മേച്ചിൽ പുറങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടാവുക? യെസ്, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു, അതായത് കന്നുകാലി പരിപാലനമായിരുന്നു മുല്ലയിലെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മുല്ലൈ എന്ന് പറയുന്ന പ്രദേശത്തിൽ എന്താണ് ഒരു പാസ്റ്ററൽ സോൺ, മേച്ചിൽ പുറങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കന്നുകാലി പരിപാലനമായിരുന്നു, കന്നുകാലി വളർത്തൽ, അതായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലയാണ് മൂന്നാമത്തെ തിണ എന്ന് പറയുന്നത്. അപ്പോൾ പാലയുടെ പ്രത്യേകത എന്താണ്? യെസ്, അത് ഒരു വരണ്ട പ്രദേശമായിരുന്നു പാലൈ എന്ന് പറയുന്നത്. ഓക്കെ, പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു പാലൈ എന്ന് പറയുന്നത് കേട്ടോ. വരണ്ട പ്രദേശമായിരുന്നു. അപ്പോൾ വരണ്ട പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും കൃഷി ഇറക്കിയാലും പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്തൊരു കാര്യമാണ് പ്ലണ്ടർ. എന്താ പ്ലണ്ടർ? കൊള്ളയടിയായിരുന്നു കേട്ടോ. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ എന്താണ്, കൊള്ളയടിക്കുക, മോഷ്ടിക്കുക, അതൊക്കെയായിരുന്നു പാലയിലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? പാലൈ ഒരു ഡ്രൈ റീജിയനാണ്, വരണ്ട പ്രദേശമാണ്. അതുകൊണ്ടാണ് അവർ പ്ലണ്ടറിലോട്ട് പോയത്, അതായത് ഈ കൊള്ളയടി, മറ്റുള്ള തട്ടിപ്പറി, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താലേ അവർക്ക്, മീൻസ് അങ്ങനെ കൊള്ളയടിച്ചും കിട്ടുന്ന വകയാണ് അവർക്ക് കഴിക്കാനും ജീവിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, കാരണം അവർക്ക് അവിടെ ഡ്രൈ റീജിയൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി മരുതം എന്ന് പറയുന്നതാണ് 4ാമത്തെ തിണ എന്ന് പറയുന്നത്. മരുതം. ഓക്കെ, മരുതത്തിൻ്റെ പ്രത്യേകത, അത് ഒരു നനവുള്ള വെറ്റ്ലാൻഡുകളായിരുന്നു, അതായത് നനവുള്ള പ്രദേശങ്ങളായിരുന്നു മരുതം എന്ന് പറയുന്നത്. നനവ് മാത്രമല്ല, അവിടെ നല്ല ബലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? മരുതത്തിലുണ്ടായിരുന്നു. നല്ല ബലഭൂഷ്ടമായുള്ള ഫെർട്ടൈൽ ലാൻഡായിരുന്നു മരുതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല നനവുള്ള പ്രദേശമാണ്, നല്ല ബലഭൂഷ്ടമായ പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്ത് കാണും? കൃഷി, അഗ്രികൾച്ചറാണ് മരുതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും മറ്റേ പാഡി കൾട്ടിവേഷൻ ഉണ്ട്, നെൽകൃഷി ഉണ്ടല്ലോ, നെൽകൃഷിയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് മരുതത്തിലെ ആൾക്കാർ. ഇനി ലാസ്റ്റ് വരുന്ന ഒരു തിണയാണ് നെയ്തൽ എന്ന് പറയുന്നത്. നെയ്തൽ. ഓക്കെ, നെയ്തൽ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഒരു കോസ്റ്റൽ പ്രദേശമാണ്, കോസ്റ്റൽ സോണാണ്. അതായത് നമ്മുടെ
തീരപ്രദേശമാണ്. ഓക്കെ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത്, കോസ്റ്റൽ റീജിയനിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ ചെയ്തത്, ഫിഷിങ്ങും സോൾട്ട് മേക്കിങ്ങും ആയിരുന്നു. അതായത് മീൻപിടുത്തവും ചെയ്തിരുന്നു, പിന്നെ എന്താ ചെയ്തത്, സോൾട്ട് മേക്കിംഗ്, ഉപ്പ് നിർമ്മാണവും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്തലിലുള്ള ആൾക്കാർ എന്താ പറയുക, ഫിഷിങ്ങും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ ഉപ്പ് നിർമ്മാണവും അവർ ചെയ്തിട്ട്, അങ്ങനെ അത് ചെയ്തായിരുന്നു അവർ മെയിനായിട്ട് അവിടെ ജീവിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ച എന്തായിരുന്നു, ഫോംസ് ഓഫ് സബ്സ്റ്റൻസ്. സംഘകാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ഉപജീവന രീതികൾ എന്തെല്ലാമായിരുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റാണ് തിണകളെ പറ്റിയിട്ട്. എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടത്തിൽ ലാൻഡിനെ, നമ്മുടെ ഭൂപ്രകൃതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനെയാണ് തിണകളെന്ന് പറയുന്ന 5 രീതികൾ ഏതൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഓക്കെ, അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് കുറിഞ്ചിയാണ് കേട്ടോ, കുറിച്ചിയല്ല കുറിഞ്ചിയാണ്. സോ കുറിഞ്ചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറിഞ്ഞി എന്നും പറയാം കേട്ടോ. ഓക്കെ, എനിവേ കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു ഹില്ലി ആയിട്ടുള്ള ഫോറസ്റ്റ് റീജിയനാണ്, കാടൊക്കെ വരുന്ന പ്രദേശമാണ്. ഹണ്ടിങ്ങും മീൻസ് വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലൊക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുല്ലയിലെ ആൾക്കാർ, മുല്ലൈ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക മേച്ചിൽ പുറങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കന്നുകാലി പരിപാലനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലൈ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള വരണ്ട പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്ലണ്ടറിലായിട്ട് മീൻസ് കൊള്ളയടിക്കായിരുന്നു അവിടെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്ന തൊഴിലെന്ന് പറയുന്നത്. മരുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനവുള്ള പ്രദേശം, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃഷി അവർ ചെയ്തിരുന്നു, നെൽകൃഷിയാണ് ചെയ്തത്. നെയ്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ റീജിയൻസ് ആണ്, അതായത് തീരപ്രദേശങ്ങളാണ്. സോ അവിടെ ഫിഷിങ്ങും ഉപ്പ് നിർമ്മാണവും ഒക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.